വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനൊരുങ്ങി എ ഗ്രൂപ്പ്. ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കിയത് ഹസനെ അപമാനിക്കാനാണെന്നാണ് വിമർശനം. വിവരങ്ങൾ നൽകാൻ നിർഭൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നിർഭൻ, വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം കടക്കുന്ന ഒരു സാഹചര്യം. ലത്തീഫിനെ സസ്പെൻഡ് ചെയ്ത നടപടി സുധാകരൻ റദ്ദാക്കിയിരുന്നു. ഈ ഒരു നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നു. എ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ കാണുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലേക്കാണല്ലേ? അഞ്ജന, കേരളത്തിലെ കോൺഗ്രസിൽ ശക്തമായ ഗ്രൂപ്പ് പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് KPCC സെക്രട്ടറി ആയിരുന്ന MA ലത്തീഫിനെ നേരത്തെ സുധാകരനാണ് സസ്പെൻഡ് ചെയ്തത്. സുധാകരൻ സസ്പെൻഡ് ചെയ്ത നടപടി ഇടയ്ക്ക് ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്ന MM ഹസൻ പിൻവലിച്ചു, റദ്ദാക്കി. ഇതാണ് ഈ റദ്ദാക്കിയ നടപടി വീണ്ടും സുധാകരൻ KPCC അധ്യക്ഷ പദവി ചുമതല ഏറ്റെടുത്തുടൻ തന്നെ ഹസൻ എടുത്ത നടപടികളെല്ലാം പിൻവലിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലത്തീഫിൻ്റെ നടപടി റദ്ദാക്കിയ നടപടി പിൻവലിച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ തുടരും. അത് മുതിർന്ന നേതാവായിട്ടുള്ള ഹസനെ, പ്രത്യേകിച്ച് എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവാണ്. ഉമ്മൻചാണ്ടിക്കൊപ്പം എ ഗ്രൂപ്പിനെ നയിച്ചയാളാണ്, മുൻ KPCC അധ്യക്ഷനാണ്. അദ്ദേഹം എടുത്ത ഒരു നടപടിയെ പിൻവലിച്ചു, റദ്ദാക്കിയത് അദ്ദേഹത്തെ അപമാനിക്കാനാണ്. അത് അദ്ദേഹത്തെ മാത്രമല്ല, എ ഗ്രൂപ്പിനെ പരസ്യമായി കെ സുധാകരൻ അപമാനിച്ചു എന്ന വികാരമാണ് എ ഗ്രൂപ്പ് നേതാക്കൾക്കുള്ളത്. ഇത് എ ഗ്രൂപ്പ് നേതാക്കളുടെ മാത്രം വികാരമല്ല, മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ ഇതേ വികാരമുണ്ട്. സുധാകരൻ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നു, ഒരു തരത്തിലുള്ള കൂടിയാലോചന നടത്തുന്നില്ല എന്ന വിമർശനമാണ് എ ഗ്രൂപ്പിനുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഹൈക്കമാൻഡിനെ നിലവിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഹൈക്കമാൻഡിന് നേരിട്ട് പരാതി നൽകാനാണ് എ ഗ്രൂപ്പ് ആലോചിക്കുന്നത്. കെ സുധാകരൻ ഈ പറഞ്ഞ KPCC അധ്യക്ഷ പദവിയിൽ ചുമതല ഏറ്റെടുത്ത മുതൽ ഗ്രൂപ്പുകൾക്കെതിരെ, പ്രത്യേകിച്ച് എ ഗ്രൂപ്പിനെ പൂർണ്ണമായി തഴയുന്ന സ്ഥിതിയുണ്ടായി. സുധാകരൻ്റെ അനുയായികളെ മാത്രം ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ കൊണ്ടുവന്ന് പ്രത്യേക ഉപജാപക സംഘമായി KPCC ആസ്ഥാനം മാറി എന്ന വിമർശനമാണ് എ ഗ്രൂപ്പിനുള്ളത്. ആക്ടിംഗ് പ്രസിഡന്റ് പദവി ലഭിച്ച MM ഹസൻ ചില സംഘടനാ നടപടികളും ചില കോൺഗ്രസിൻ്റെ പുതിയ ചില ആശയങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. നേരത്തെ സുധാകരൻ മുന്നോട്ട് കൊണ്ടുപോയ പല നടപടികൾക്കുമെതിരെ അദ്ദേഹം പരസ്യമായി വന്നിരുന്നു. ഒന്ന് CUC, ഒപ്പം തന്നെ സെമി കേഡർ സംവിധാനം, ഇത്തരം കാര്യങ്ങളിലോടൊന്നും താല്പര്യമുള്ള ഒരാളല്ല MM ഹസൻ. പഴയ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് MM ഹസൻ വീണ്ടും പോയത്. ഇതും സുധാകരനെ ചൊടിപ്പിച്ചു. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംസ്ഥാന ഭാരവാഹികളെ DCCയിൽ ഉൾപ്പെടുത്തുന്ന തീരുമാനത്തിൻ്റെ ഉത്തരവ് MM ഹസനാണ് പുറത്തിറക്കിയത്. ആക്ടിംഗ് പ്രസിഡന്റ് ചുമതലയുള്ള MM ഹസൻ ഇതിനുള്ള അധികാരമില്ല എന്ന വിമർശനമാണ് സുധാകരനുള്ളത്. ഒപ്പമാണ് ഈ പറഞ്ഞ ലത്തീഫിൻ്റെ നടപടി റദ്ദാക്കിയത്. ഇതും സുധാകരനെ പ്രകോപിപ്പിച്ചു. അധികാരത്തിൽ അദ്ദേഹം വീണ്ടും KPCC അധ്യക്ഷ പദവിയിൽ വന്ന ശേഷം ആദ്യമെടുത്ത തീരുമാനം ഇതാണ്. ഇതിനെതിരെ മറുവിഭാഗം ശക്തമായ രംഗത്തുണ്ട്. പക്ഷേ സുധാകരൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സുധാകരൻ പറയുന്നത് MM ഹസൻ പലതും ഏകപക്ഷീയമായി സംഘടനാ നിലപാടിന് അനുസരിക്കാതെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് ഹസൻ പെരുമാറിയതെന്നാണ് സുധാകരൻ്റെ വിമർശനം. സുധാകരനും ദില്ലിയിൽ പോകുന്നുണ്ട്. ഇന്നോ നാളെയോ സുധാകരൻ ദില്ലിയിലേക്ക് പോകും. ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം അറിയിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സുധാകരൻ വീണ്ടും KPCC അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷം മുതിർന്ന നേതാക്കളൊന്നും സഹകരിക്കുന്നില്ല, ഗ്രൂപ്പുകൾ പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു, പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നില്ല. KPCC നേതൃയോഗം വിളിച്ചിട്ട് പോലും അവസാനം മാറ്റിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസമാണ് നേതൃയോഗം ആലോചിച്ചത്, പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് അത് മാറ്റിവെച്ചു. കാരണം എന്ന് പറഞ്ഞാൽ മറുവിഭാഗം, പ്രത്യേകിച്ച് VD സതീശനടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചു എന്നതാണ്. ഏകപക്ഷീയമായി അദ്ദേഹം ധൃതി പിടിച്ച് KPCC ആസ്ഥാനത്ത് വന്ന് KPCC അധ്യക്ഷ പദവി MM ഹസൻ നിന്ന് പിടിച്ചെടുത്തതിലുള്ള പ്രതിഷേധം എല്ലാ നേതാക്കൾക്കുമുണ്ട്. അഞ്ജന.